ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സസ് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണ്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നഴ്സസ് പണിമുടക്കും. ഇന്ന് അവരുടെ സെക്രട്ടറി മാർച്ചും ഉണ്ടാകും. തീരുമാനമെടുക്കേണ്ട സർക്കാരാണെന്നാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറയുന്നത്. ദിലീഷ തിലകൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ദിലീഷ, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് SKN. വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം നമുക്കറിയാം, ഓൾറെഡി നമ്മുടെ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇത്തരത്തിൽ സമരത്തിലേക്ക് കടന്നു. അവരുടെ സമരം തുടരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ കൂടി ഇത്തരത്തിൽ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, മാലാഖമാർ എന്നാണ് നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ അസുഖവുമായിട്ടൊക്കെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പരിചരിക്കുന്നതെല്ലാം അവരാണ്. എന്നാൽ പോലും ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ജീവിതം അത്ര സുഖകരമുള്ളതല്ല എന്നുള്ളതാണ്. എന്തായാലും മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവർ. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ, കോഴിക്കോട് നിലവിലെ സ്വകാര്യ ആശുപത്രികളിലെ ഏകദേശം 2000-ഓളം നഴ്സുമാർ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലെ സമരത്തിനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. അത്യാഹിത വിഭാഗങ്ങളിലെല്ലാം 1/3 നഴ്സുമാരെ മാത്രമാണ് നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. വാർഡ് ഡ്യൂട്ടികളിൽ നിന്നടക്കം നഴ്സുമാർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന ഒരു നഴ്സുണ്ട്. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് സാന്ത. ഇപ്പോൾ എപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയത്? ഞാൻ ഇന്നലെ 7 മണിക്ക് കയറിയതാണ്. മോർണിംഗ് 7 ഡ്യൂട്ടി കഴിയേണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ടും ഇപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നത്. ഭൂരിഭാഗം നഴ്സുമാർ സമരത്തിനായിട്ട് പോയിരിക്കുകയാണ്. അതായത് നമ്മുടെ വാർഡിലിപ്പം ഒരു സ്റ്റാഫ് ഇപ്പം കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നൈറ്റ് ഉണ്ടായിരുന്ന സ്റ്റാഫ് ലേറ്റായിട്ട് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നത്. കാരണം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് മൊത്തം സ്റ്റാഫും സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സമരത്തിൽ എന്താണ് പ്രധാനമായിട്ട് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം? അതായത് നമ്മൾ 4 വർഷത്തെ കോഴ്സാണ്. നമ്മൾ 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, നമുക്ക് ഇത്ര ഒരു സാലറി കിട്ടണം. കാരണം എല്ലാ ജോബിനും കഷ്ടപ്പാടുണ്ട്. നമ്മൾ നഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഒരു നമ്മൾ കെയർ എന്ന് പറയുമ്പോഴത്തേക്കിനും നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ട ഒരു ജോബാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ 100% ഇട്ട് നിൽക്കുമ്പം നമുക്ക് അതനുസരിച്ചുള്ളൊരു ഇൻകം കിട്ടുന്നില്ല. കാരണം മോസ്റ്റ് ഓഫ് എല്ലാവരും ലോണൊക്കെ എടുത്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. കാരണം പുറത്തൊക്കെ പഠിക്കുമ്പം കേരളത്തിൽ പഠിക്കുന്ന പോലെയല്ല, പുറത്ത് പഠിക്കുന്ന സമയത്ത് നല്ല ഫീസ് നല്ല കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിൽ SKN അവരൊക്കെ പറയുന്നത് തന്നെയാണ്. കാരണം അവരെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അവരുടെ ജോലിക്ക് അനുസരിച്ചുള്ളൊരു വേതനം അവർക്ക് വേണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. എന്തായാലും സമരം കടുപ്പിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു ദിലീഷ തിലകൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.